Hi dears, Ilhan's വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഗാർഡനിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഐറസിൻ പ്ലാന്റ് അല്ലെങ്കിൽ ബ്ലഡ് ലീഫ് പ്ലാന്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. നല്ല ഡാർക്ക് പിങ്ക് കളർ സ്റ്റെമ്മാണ് ഈ പ്ലാന്റിനുള്ളത്. അതുപോലെ ഇതിൻ്റെ ലീവ്സിന് ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെയാണ്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിൽ പിങ്ക് കളർ ലൈൻസ് ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ലീവ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗാർഡൻ നല്ല കളർഫുൾ ആക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ, ഇതിൻ്റെ വാട്ടറിങ്, അങ്ങനെ ഈ പ്ലാന്റിന്റെ കംപ്ലീറ്റ് കെയർ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലമാണ് ഈ പ്ലാന്റിന് ഏറ്റവും നല്ലത്. കാരണം നേരിട്ട് സൺലൈറ്റ് അടിക്കുമ്പോൾ ഇതിന്റെ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. നേരിട്ട് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിലും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ നേരിട്ട് വെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റ് കുറച്ച് വെയിലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കളർ കുറച്ച് ഫെയ്ഡാണ്. പക്ഷേ ഇപ്പം ഈ ഒരു പ്ലാന്റ് അത്ര അങ്ങ് വെയിലത്തല്ല ഇരിക്കുന്നത്. ഇത് പുതിയ പ്ലാന്റുമാണ്, അതുകൊണ്ട് ഇതിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ഈ പ്ലാന്റ് വെക്കുമ്പോൾ നേരിട്ട് സൺലൈറ്റ് അടിക്കാത്ത എന്നാൽ കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. അപ്പോഴാണ് ഇതിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ടോപ്പ് സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇവർക്ക് വെള്ളം ആവശ്യമുണ്ട് എന്ന് ഇവർ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് വാടി തളർന്നങ്ങ് വീണ് താഴത്തേക്ക് കിടക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു അരമണിക്കൂറിനകം തന്നെ നല്ല ഉഷാറായിട്ട് ഇവർ നിൽക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നല്ലൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പിടിച്ചു വന്നോളും. അപ്പോൾ ഞാനിത് ഈ ഒരു ചട്ടിയിൽ മാത്രം നട്ടിരുന്നതാണ്. ഈ ഒരു ചട്ടിയിൽ നിന്ന് ഞാൻ ഒരുപാട് ചെടികൾ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വേറെ ചട്ടികളിലേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണിത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ മണ്ണിൽ നട്ടോ ഒക്കെ നമുക്കിതിന് വേര് പിടിപ്പിക്കാൻ പറ്റും. ഞാൻ സാധാരണയായിട്ട് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിൻ്റെ റൂട്ട്സൊക്കെ വന്നു കഴിയുമ്പോൾ ചട്ടിയിലേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേര് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഈ പ്ലാന്റ് കണ്ടോ, ഇത് ഞാൻ ഒരു തണ്ട് നട്ട് കൊടുത്താണ്, പക്ഷെ അതിന് ചട്ടി നിറയെ സ്റ്റെമ്മുകളൊക്കെ വന്ന് താഴെ നിന്ന് തൊട്ട് മുളകളൊക്കെ വന്നത് നന്നായിട്ട് വളർന്നു നിൽക്കുന്നതാണ്. ഇത് എൻ്റെ ചെടിയുടെ മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്നാണ് ഞാൻ പുതിയ സ്റ്റെമ്മൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ പ്ലാന്റ് നട്ടതിന് ശേഷം ഞാൻ 2 തവണ ഇതിൽ നിന്ന് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ആ ചെടി. അപ്പോൾ ഈ ചെടി ഇപ്പോൾ നട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് വളർന്ന് നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഉയരം വെക്കുന്ന ഒരു പ്ലാന്റ് ആണിത് കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ഉയരത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മളിത് പ്രൂൺ ചെയ്ത് നിർത്തണം. എന്നാൽ മാത്രമാണ് ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് ചട്ടി നിറഞ്ഞ് നിൽക്കുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് കാണാൻ ഭംഗി. ഇപ്പോൾ ഇത് നല്ല ഉയരം വെച്ചിട്ടുണ്ട്, ഇത് പ്രൂൺ ചെയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതിന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ചട്ടിയിൽ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് എത്ര ചെടികൾ വേണേലും ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തന്നെ മദർ പ്ലാന്റിൽ നിന്ന് 2 തവണ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പുതിയ ബേബി പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു. നല്ല വേഗത്തിൽ വളരും. ഇത് നമ്മൾ കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് ഞാൻ എൻ്റെ മദർ പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഞാൻ 1-2 തവണ കട്ട് ചെയ്തു. അതിനുശേഷം വന്നിരിക്കുന്ന മുളകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 2 സൈഡിൽ നിന്നും ആദ്യം കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് അതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് 2 തവണ ഞാൻ കട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു തവണ കട്ട് ചെയ്തപ്പം അതിൻ്റെ സൈഡിൽ നിന്ന് പുതിയ നോട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനി ഇത് നന്നായിട്ട് ബുഷിയായിട്ട് നിൽക്കും. ഇങ്ങനെ ചട്ടി നിറഞ്ഞിങ്ങനെ ബുഷിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മുഴുവൻ ഞാൻ അങ്ങനെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം വന്ന പുതിയ സ്റ്റെമ്മുകളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചെടി ഒന്നുകൂടെ ബുഷിയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ നാമ്പുകളൊക്കെ ഇങ്ങനെ വളരും നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ. കാരണം ഒരുപാട് പൊക്കം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ ഭംഗിയുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ചട്ടിയിൽ എല്ലാം തന്നെ ഞാനങ്ങനെ 1-2 തവണ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി പുതിയ ചെടി ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഈ ഒരു ചെടി.
ഇത് എൻ്റെ ആദ്യത്തെ ബേബി പ്ലാന്റ് ആണിത്. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നടാൻ പറ്റും. അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ചെടിയാണ് ഈ കാണുന്ന ഈ ഒരു ചെടി. അപ്പം ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു തെളിവിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്കിനി സ്റ്റെമ്മ് കട്ട് ചെയ്ത് പുതിയൊരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചെടിയുടെ സ്റ്റെമ്മിൻ്റെ അവിടെ 2 ലീവ്സ് വരുന്നതിൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 3-4 സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ എല്ലാ ലീവ്സും വേണ്ട, ഇതിൻ്റെ താഴെ നിൽക്കുന്ന ലീവ്സൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ താഴെ ഞാനുള്ള ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇത് കട്ട് ചെയ്ത് കളയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മ് വെറുതെ നിൽക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും പെട്ടെന്ന് വളരാനായിട്ടും പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലീവ്സ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ മണ്ണിൽ ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ ഇതേപോലെ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് സ്റ്റെമ്മ് മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ ഇലയൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്, ഒരു കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇറക്കി വെച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന് വേര് വരും. അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലുള്ളത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചു. ഇനി അടുത്ത 3 സ്റ്റെമ്മ് നമുക്ക് ഈ ഒരു പോട്ടിംഗ് മിക്സിൽ ഈ ഒരു പോട്ടിൽ നട്ടു കൊടുക്കാം. അതും കൂടെ പ്രൊപ്പഗേറ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ റൂട്ടിംഗ് ഹോർമോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. റൂട്ടിംഗ് ഹോർമോൺ ഒന്നും ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇതിന് റൂട്ട്സ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇത് മണ്ണിലിങ്ങനെ ഇങ്ങനെ കുത്തി നിർത്തിയാലും മതി. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഷെയ്ഡിൽ വേണം വെക്കാനായിട്ട്. വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്. ഇതൊന്ന് വേര് പിടിച്ചൊന്ന് ആവുന്നത് വരെ നമ്മൾ ഷെയ്ഡിൽ വേണം വെക്കാനായിട്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ നേരത്തെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിന് നിറയെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ. നല്ല വെളുത്ത റൂട്ട്സാണ് ഇതിന് വരുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റും. നമ്മൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട്സ് വരുന്നത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇതിന് എല്ലാത്തിനും നിറയെ റൂട്ട്സ് വന്നിട്ടുണ്ട്. ഒരാഴ്ചയായി ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ഇത് നട്ടു കൊടുക്കാം. മണ്ണും മണലും ചാണകപ്പൊടിയും ചേർന്നൊരു പോട്ടി മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് നടാനായിട്ട്. ഇപ്പം നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് പിടിച്ചങ്ങ് നടുക്ക് നട്ട് കൊടുക്കാതെ ഓരോ സ്റ്റെമ്മായിട്ട് റൗണ്ടിൽ ഓരോന്നോരോന്നായിട്ട് നട്ട് കൊടുക്കുക. അപ്പോൾ ചട്ടി നിറഞ്ഞ ചെടി വളർന്നു വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കയ്യിലൊരു 3-4 സ്റ്റെമ്മേ ഉള്ളൂ വേര് പിടിച്ചത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ റൗണ്ടിൽ നട്ട് കൊടുക്കുകയാണ്. ബാക്കി വരുന്ന ഒരെണ്ണം ഞാൻ നടുക്കും കൂടെ നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടി വളരുമ്പോഴത്തേക്കും ചട്ടിയിൽ നിറഞ്ഞിങ്ങനെ തിക്കായിട്ടുണ്ടായി വരും. പിന്നീട് പുതിയ പുതിയ സ്റ്റെമ്മൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് വളർന്നു വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെടി നടേണ്ടത്. പിന്നെ നമുക്ക് നട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പം ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം താഴേക്ക് വരുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഷെയ്ഡിൽ വെക്കുക. നമ്മൾ ഇപ്പോൾ നട്ടതേ അല്ലേ ഉള്ളൂ. വേരൊക്കെ ഉണ്ടെങ്കിലും അത് കുറച്ച് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് മണ്ണിൽ വരുന്നത് വരെ നമ്മൾ ചട്ടിയൊന്ന് ഷെയ്ഡിൽ സൂക്ഷിക്കാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.